ഹലോ, എങ്ങോട്ടാ? ആരാണെന്ന്? അപ്പുട്ടൻ, താമരക്കുളം പഞ്ചായത്ത് മെമ്പർ. കേട്ടിട്ടില്ലേ? ഇല്ലല്ലോ. ആട്ടെ, സാറന്മാർക്ക് എന്താ വേണ്ടത്? അമ്പിളിനൊന്ന് കാണണം. ഇവനാണ് സർവ്വ ചെലവും കൊടുത്ത് അവളെ പഠിപ്പിക്കണേ. അതെ, ഇപ്പൊ തന്നെ രൂപ 15,000 ചില്ലുവാനും കൊടുത്തു കഴിഞ്ഞു. അമ്പിളി ഇപ്പൊ എവിടെയുള്ളത്? ആകാശത്തെങ്ങാനും പോയി തപ്പ്. ഇപ്പൊ അകത്തുവാൻ പറ്റില്ല. എന്തോ ആളാക്കിയതാണല്ലേ? നല്ല തണ്ടും തടിയുണ്ടല്ലോ, കേടാക്കണോ? അപ്പൊ ഒരുങ്ങി ഇറങ്ങിയിരിക്കും അല്ലേ? മര്യാദക്ക് പോയില്ലെങ്കിലേ തടി കേടാവും. പോയിക്കോ. നമ്മൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്പിളിയെ കാണാൻ വന്നാൽ നമ്മൾ അമ്പിളിയെ കണ്ടിരിക്കും. ഇതിനിടയ്ക്ക് ഇനി ആരെങ്കിലും തടയാനോ പിടിക്കാനോ വന്നാൽ നേരിടാൻ ഒരു ഉശിരി വേണ്ടേ മണിയാ? ഉശിരുണ്ടാക്കാനുള്ള നല്ല ഉശിരൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സോഡ നവീഷ് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. പകുതി സോഡയ്ക്ക് പകുതി മറ്റവൻ. അന്ന് അമ്പിളിയും കൊണ്ട് മാധവട്ടം കോളേജിൽ വന്നതല്ലേ? എങ്ങോട്ടാ പോണ്ടേ? അതാ ഞാനും ആലോചിക്കുന്നത്. അന്ന് പ്രിൻസിപ്പളിന്റെ ആഫീസ് വരെ പോയതാ. പോയ വഴിക്ക് ഒരു പുളിവാകയും 2 ചീമ കൊന്നഞ്ഞ അടയാളം നോക്കി വെച്ചതാ. അതിപ്പോ എവിടെ? വെറുതെ വേണ്ടട്ടോ, മര്യാദക്ക് പോയി അമ്പിളിയെ കണ്ടുപിടിക്കാം. ഒരു പുളിവാകയും 2 ചീമ കൊന്ന. എവിടെ? അതെ, നമുക്കും അന്വേഷിക്കാം, കാഴ്ചകളും കാണാം. വാടാ. ഹലോ, നമ്മൾ ഇങ്ങനെ എത്തി പതുങ്ങി നടന്നാൽ സൈറ്റ് അടിക്കാൻ വന്നാന്ന് വിചാരിക്കും. ഏതെങ്കിലും ക്ലാസ് മുറി കയറി ചോദിക്കാം. അത് വേണോ? വേണം. ചോദിച്ചാലെന്താ? തൂക്കിക്കൊല്ലൊന്നുമില്ലോ. വരുന്നടാ. Pathogenesis of TIA. അമ്പിളി. Transient ischemic attack. അമ്പിളി. Hey, who are you? What do you want? My name is അപ്പുട്ടൻ. Silence, please. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാർ, ഞാൻ അപ്പൂട്ടൻ. ഞാനാണ് പണം മുടക്കി അമ്പിളിയെ പഠിപ്പിക്കുന്നതെന്ന് പലരും പറഞ്ഞ് സാറ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്പിളിക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഉപദേശിക്കാനാ വന്നത്. ഇത് ക്ലാസ് റൂം ആണ്, ഡിസ്റ്റർബ് ചെയ്യരുത്. പ്ലീസ് ക്ലിയർ ഔട്ട്. നീ പറഞ്ഞ് ക്ലിയർ ആയിട്ടില്ലാണ് മൂപ്പര് പറയണേ. അതിന് സാറത്തിന് ചൂടാവുന്ന കാര്യം പറഞ്ഞാ പോരെ? സാറ് പെമ്പറുന്നേരത്തായിട്ട് വീട്ടിൽ വഴിക്കിട്ടവന്നല്ലേ? പോവാം, അമ്പിളി ഇവിടെ ഇല്ല. നോൺസെൻസ്. പോയി പ്രിൻസിപ്പലിനോട് പറഞ്ഞേക്കൂ. ഈ കോളേജ് വാദ്യമാരൊക്കെ വലിയ മാന്യമാരാണ് വിചാരിച്ചത്. നമ്മളെക്കാൾ തല്ലിപ്പൊളികളെ. ഇനി വാദ്യാരന്മാരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അമ്പിളിന്ന് പേരെടുത്ത് ഉറക്കെ വിളിച്ച് അന്വേഷിക്കാം. അമ്പിളി വിളി കേൾക്കും, ഇറങ്ങി വരും. അത് നല്ലൊരു ഐഡിയ. എന്നാൽ ഇക്കായും പക്കത്തിന് ഈ വഴിക്ക് പോയിക്കോ, ഞങ്ങൾ ആ വഴിക്ക് നീങ്ങാം. അമ്പിളി, അമ്പിളി. താമരക്കുളത്ത് അമ്പിളിയുടെ ക്ലാസ് ഏതാ? താമരക്കുളത്ത് അമ്പിളിയോ? നമ്മുടെ കള്ളുടിയ രാവുണ്ണിയുടെ മോൾ അമ്പിളി. ഏതീറ? അപ്പൊ അങ്ങനൊന്നുമില്ല. ഇരുനിറത്തിലുള്ള പെങ്കൊച്ച്. ആ ലാബി കാണും. ലാബോ? അതെവിടെ ആയിരിക്കും? സാർ, 4-5 പേര് ഗുണ്ടകളാണെന്ന് തോന്നുന്നു. ക്ലാസ്സുകളിൽ കയറി ശല്യം ഉണ്ടാക്കുന്നു. സെക്യൂരിറ്റി വിളിക്കേ. അമ്പിളി, 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 അമ്പിളി. ഓർത്തോ? എന്തോ മറന്നത് ഓർമ്മിപ്പിക്കാനുള്ള മണിയാ ഈ ബോർഡ്. നമ്മൾ എന്തെങ്കിലും മറന്നോ? അയ്യോ അല്ല, ഇവിടെയാണ് മനുഷ്യർക്ക് ഓർമ്മശക്തി ഉണ്ടാകാനുള്ള ചികിത്സ നടത്തുന്നത്. ഓഹോ, അങ്ങനെയാണോ? ഓർമ്മശക്തി ഉണ്ടാക്കാനുള്ള ചികിത്സയ്ക്ക് ഓർത്തോ, കേൾവി ശക്തി ഉണ്ടാക്കാനുള്ളത് കേട്ടോ, കാഴ്ച ശക്തി ഉണ്ടാക്കാനുള്ളത് കണ്ടോ, ഇനി ആഹാരത്തിന് ആർത്തി കൂട്ടാനാണെങ്കിൽ അത് ആർത്തോ. ഓ, എന്തെല്ലാം സൈസ് ചികിത്സകളാണല്ലേ. പിന്നെ അമ്പിളി, അമ്പിളി. അമ്പിളി, അമ്പിളി, അമ്പിളി. ഈ താമരക്കുളത്തെ അമ്പിളിയോ? അമ്പിളി ഡാക്ടറെ, അമ്പിളി ഡാക്ടറെ കണ്ടായിരുന്നു. ഡോക്ടറെ, അമ്പിളി. അപ്പോ
അപ്പൂട്ടനെയാണോടാ ഓടിക്കുന്നത്? മണിയാ അടിച്ച് നിരത്ര. തുടങ്ങിക്കോ. അമ്പിളി, നിന്റെ നാട്ടുകാരാൻ തോന്നുന്നു. അമ്പിളിന്ന് വിളിച്ചോണ്ട് ക്ലാസ്സിലൊക്കെ കയറി ബഹളം ഉണ്ടാക്കി. കൊമ്പമീശ വെച്ച നല്ല നീളമുള്ള ഒരാള് സെക്യൂരിറ്റിക്കാരെ കടിച്ചു ചുരുട്ടി. വളരെ പ്രയാസപ്പെട്ട് 3-4 പേരെ പിടിച്ചു. ഇനി ഒരാളെ കൂടി കിട്ടാനുണ്ട്. അമ്പിളി, എന്താ കുട്ടി, ഇവരെയൊക്കെ അറിയോ? എന്റെ നാട്ടുകാരാണ് സാർ. ഇത് അപ്പൂട്ടൻ, എന്റെ സ്പോൺസറാ. ഓ, ഞാൻ മണിയൻ. ഞാൻ വക്കച്ചായി. ഞാൻ കുഞ്ഞാമൂട്ടി. സാറിന് വേണേ ആമൂട്ടിക്കാന്ന് വിളിക്കാം. ഓ, ഐ സി. സർ, ലാബിൽ നിന്ന് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എടുത്തോളൂ. ആ. അപ്പൊ നിങ്ങളാണ് അമ്പലയുടെ സ്പോൺസർ. അതെ സർ. ഇതുവരെ 15,000. ഒരു മാനേഴ്സ് വേണ്ടേ? ഇങ്ങനെയാണ് സ്റ്റുഡന്റിനെ അന്വേഷിച്ച് വരുന്നത്. കോളേജിൽ വരുമ്പോ ചില ഡിസിപ്ലിൻ ഒക്കെ പാലിക്കണമെന്ന് അറിയില്ലേ? ഇവര് കാരണം മൊത്തം ക്ലാസ്സും ഡിസ്റ്റർബ്ഡ് ആയി സാർ. എന്താ പോലീസിനെ ഏൽപ്പിക്കട്ടെ? അരുത് സാർ, പാവങ്ങളാ. അറിയാഞ്ഞിട്ടാ. ഒരു തവണത്തേക്ക് മാപ്പ് കൊടുക്കണം സാർ. മേലിൽ ആവർത്തിക്കരുത്. യു കൻ ഗോ. സാർ, ഞങ്ങളോടൊപ്പം വന്ന് മാധവേട്ടനെ കാണാനില്ലേ സാർ? ഓ, ഇനി ഒരു മിസ്സിംഗ് കേസ് കൂടി ഉണ്ടോ? എവിടെയെങ്കിലും കാണും. വിളിച്ചോണ്ട് പോയിക്കോളണം. നോൺസെൻസ്. സർ, ഒരു ഡെഡ് ബോഡി കിടന്നിടത്ത് ഇപ്പോ 2 ഡെഡ് ബോഡി കിടക്കുന്നു. എങ്കിലൊന്ന് മാധവേട്ടൻ തന്നെ. കഷ്ടമായിട്ടോ. നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാ ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചിരുന്നത്? ഒക്കെ കളഞ്ഞു കുളിച്ചില്ലേ? ഇങ്ങനെ എന്റെ സ്പോൺസറിനെ കാണാൻ വരുന്നത്? നമ്മൾ അതല്ല ആലോചിക്കണേ. സരോജിനി ഭാഗ്യം ചെയ്തോളാണേ. അല്ലെങ്കിൽ ഇപ്പൊ അഹന്റെ മേത്ത് അവന്മാർ കത്തി കയറ്റൂലായിരുന്നോ? ഇനി എന്നെ കാണാൻ വരുമ്പോ നേരെ റിസപ്ഷനിൽ വരണം. അല്ലെങ്കിൽ വേണ്ട, ഹോസ്റ്റലിൽ വന്നാ മതി. നിങ്ങളെയൊക്കെ കാണുന്നത് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞില്ലേ? ഇനി എന്താ ചെയ്യാ? ഞങ്ങൾക്കതൊന്നും പുത്തരിയല്ല. ഏതായാലും എന്റെ സ്പോൺസറെ ഈ വേഷത്തിൽ ആർക്കും പരിചയപ്പെടുത്തുന്നില്ല. ഞങ്ങള് വന്നത് അല്ല, അവൻ എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. നിങ്ങൾ വന്നേ. നിങ്ങളെങ്ങോട്ടാ? നിങ്ങൾ സംസാരിച്ചേ? എനിക്ക് വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ സഹിക്കുന്നത്? ഹേയ്, അതൊന്നും സാരമില്ല. പിന്നെ ഞാൻ വന്നത് എന്തിനാണെന്നറിയോ? എന്തിന്? ഉപദേശിക്കാൻ. കത്ത് കിട്ടി, വായിച്ചു. ഞാൻ എന്തെങ്കിലും തെറ്റായി? അതുകൊണ്ട് അമ്പിളി ഒന്ന് ഉപദേശിക്കാന്ന് വെച്ചത്. എനിക്കൊന്നേ പറയാനുള്ളൂ, എല്ലാത്തിനോട് സമയമുണ്ട്. സമയാവട്ടെ. എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ പ്രായത്തിൽ പെൺകുട്ടികളുടെ മനസ്സിൽ പല ചിന്തകളും കടന്നു വരും. ഇപ്പാവക ചിന്തകളൊന്നും വേണ്ട, പഠിപ്പില് മാത്രം മതി ശ്രദ്ധ. അറിയാം. പറയണ പോലെ അനുസരിക്കാം, പ്രവർത്തിക്കാം. ഞാൻ പഠിക്കാം, നന്നായി പഠിക്കും. പോരെ? മതി, ഞാൻ പോട്ടെ. പിന്നെ ഒരു കാര്യം, ഈ കോലത്തിൽ പോണ്ട. പോണ വഴിക്ക് ഒരു ഷർട്ടും മുണ്ടും വാങ്ങിയിടണം. ഇങ്ങനെ പോയാ എനിക്ക് വിഷമാവും. പോട്ടെ. അമ്മേ, അമ്പിളിയെ കോളേജിൽ പോയി കണ്ടത് മോശമായി പോയോ? ഞാൻ എന്താ ചെയ്യാ? ഇത്രയും പോന്ന ആ പെണ്ണിന് എന്നോട് പ്രേമമാണെന്ന്. അമ്മയ്ക്ക് ഇതൊക്കെ ഒരു തമാശയാ. ഞാൻ കാര്യമായിട്ടാ പറയണത്. ഇങ്ങനെയുള്ള കുട്ടികളെ സൂക്ഷിക്കേണ്ടത്. ആദ്യം കത്താവും, മറുപടി കിട്ടിയില്ലെങ്കിൽ മനപ്രയാസം, ഒടുവില് നിയന്ത്രണവും വിടും. അത് പാടില്ല എന്ന് പറയാനാ ഞാൻ പോയത്. അവള് പഠിക്കട്ടെ. ഇപ്പൊ മറ്റ് ചിന്തകളൊന്നും വേണ്ട, അല്ലേ അമ്മേ? ദേ അമ്മ ചിരിക്കണു. അപ്പൊ അത് തന്നെ ശരി. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. അമ്മ വല്ലതും പറഞ്ഞോ? പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അവളെ പോയി കാണണമെന്നോ? എനിക്കങ്ങനെ കാണണമെന്നൊന്നുമില്ല. അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോവാം, കണ്ടേക്കാം. ഉത്തരവാദിത്തമുള്ള ആളായി പോയില്ലേ? ഈ അപ്പൂട്ടൻസ് ക്ലിനിക്ക് എവിടെയാ? നടന്നാണ് പോകുന്നെങ്കിൽ നേരെ ചെല്ലുമ്പോ വലതുവശത്ത്. അല്ല, നമ്മളാരാ? അവിടെ ചാർജ് എടുക്കാൻ വന്ന ഡോക്ടറാ. ഒന്ന് താത്തി വെച്ചടാ. അപ്പൂട്ടാ വന്നു. ആര്? നീ കണ്ട സ്വപ്നത്തിലെ കാമുകൻ ഡോക്ടർ. ഹായ്. ഹായ്.
സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഇല്ല. നമ്പൂതിരി സ്മാർട്ട് ആയിട്ടുണ്ട്. ലേശം മണം വെച്ചിട്ടുണ്ട്. എന്റെ ദൈവേ, എനിക്കിത് കാണാൻ വയ്യേ. ഇതവൻ തന്നെ. നീ ഒന്ന് ഉഷാറാവപ്പെട്ടാ, അവര് കണ്ട മോശം കേട്ടോ. എന്താ അവിടെ? വാ അപ്പൂട്ട. ഡോക്ടർ, ഇത് അപ്പൂട്ടൻ, മൈ സ്പോൺസർ, ഓണർ ഓഫ് ദിസ് ഹോസ്പിറ്റൽ. ഹീസ് ലവ്ഡ് ആൻഡ് ലൈക്ഡ് ബൈ എവരിബഡി. പറഞ്ഞത് മനസ്സിലായോ? നമ്മള് തമ്മിലുള്ള ലവ് ഇവനറിയരുത്. അതായത് നീ, പിന്നെ എവരിബഡി, ഒരുത്തരറിയരുത്. ബാക്കിയുള്ളവരെയൊക്കെ അപ്പൂട്ടൻ പരിചയപ്പെടുത്തും. ആ, ഡോക്ടർ നമ്പൂരിക്ക് താമസിക്കാൻ ഒരു ഇടം വേണം. വളരെ വൃത്തിയും വെടുപ്പൊക്കെ ഉള്ള ആളാ. നന്നായി ശ്രദ്ധിച്ചേക്കണേ. ആ, ശ്രദ്ധിക്കാം. വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അമ്പിളി പറഞ്ഞ് ധാരാളം കേട്ടിരിക്കണു. പിന്നെ അപ്പൂട്ടനും കൂട്ടനും അന്ന് കോളേജിൽ വന്ന് കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളെ കുറിച്ചും പറഞ്ഞു കേട്ടു. ഡോക്ടർ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്തിനാ മുത്തശ്ശിയെ വിളിച്ചത്? ഒരു മുത്തശ്ശി എന്നെ എടുത്ത് വളർത്തിയത്. അവന്റെ കൈ ഒടിഞ്ഞു മതിയടാ. ബാക്കിയുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെട്ട ഡോക്ടറെ. വേണ്ട, ഒരാളെ പരിചയപ്പെട്ടപ്പോ തന്നെ വല്ലാണ്ട് നിറഞ്ഞു. ഇനി സമയമുണ്ടല്ലോ. ആ കസേര അവിടെ ഇട്ടേക്ക്. സിസ്റ്ററെ, ഈ സ്ക്രീൻ എടുത്ത് ഇവിടെ വെക്കോ. ഡോക്ടർ ഇരിക്കൂ. എല്ലാവരും പരിചയപ്പെട്ടില്ലേ? എങ്ങനെയുണ്ട് അപ്പൂട്ടൻ? അപാരമായ ശാരീരിക ശേഷിയുണ്ട്. അത് മാത്രമല്ല, നല്ല മനസ്സാ. ആർക്കും വാരിക്കോരി കൊടുക്കും. എനിക്കും പിടിപ്പതങ്ങോട്ട് കിട്ടി. സംശയിക്കണ്ട, അമ്പിളിന്റെ വർത്താനത്തിന് പിടികിട്ടി. ഇത് ഓൻ തന്നെ. രാമൻകുട്ടി, കൈകാര്യം ചെയ്തില്ലെങ്കിൽ അമ്പിളി പിടിവിട്ട് പോവുകയാണ് പൂട്ട. ഡോക്ടർ നമ്പൂതിരിക്ക് താമസിക്കാൻ ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ വടക്കേപ്പറമ്പിലെ വീടൊന്ന് സൗകര്യം ചെയ്തു കൊടുക്കണം. നിന്നെ ഉച്ചയ്ക്കൊന്ന് കാണണം. ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനുണ്ട്. എങ്ങനെയുണ്ട് ഡോക്ടർ? കേമായിട്ട് കുളിയും തേവാരും കഴിക്കണം. സ്വസ്ഥമായൊന്ന് കിടന്നുറങ്ങണം. അത്രയല്ലേ വേണ്ടൂ. ധാരാളം മതി. സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ വീടാ. നല്ല കാറ്റ്. ഇനി പ്രകൃതി ഭംഗി ആസ്വദിക്കണോ? അതും നടക്കും. വന്നോളൂ. ഡോക്ടർക്ക് ഈ മുറി മതിയാവുമല്ലോ. മതി. ആ, പിന്നെ മുമ്പ് ഈ വീട്ടിലൊരു കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്നു. അതിലൊരു പെൺകുട്ടി ഈ മുറിയിലാ തൂങ്ങിച്ചത്. ആ ഫാനിലാ കെട്ടി തൂങ്ങിയത്. കണ്ണും തുറച്ച് നാക്കും തള്ളി ദേ ഇങ്ങനെ ആടിയാടി നിന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആരാവ്? ആരാ? ചോറ് കൊണ്ടുവന്നെന്ന് പറഞ്ഞതാ. അതിനിങ്ങനെ വിളിക്കണോ? പേടിച്ചു പോയോ? ഇല്ല. മനുഷ്യ ശരീരം കീറി മുറിച്ച് ഹൃദയവും കരളും കൊടലും ഒക്കെ പുറത്തെടുത്ത് കഴുകി മിനിക്ക് വെക്കുന്ന ഡോക്ടറല്ലേ. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനാ? ചോറ്. ഇന്നെന്താ ആഴ്ച? വെള്ളിയാഴ്ച. എന്റെ അമ്മോ, ഡോക്ടർ വന്ന് കേറിയ ദിവസം തന്നെ അത് സംഭവിക്കും. എന്താ ഇപ്പൊ അത്? പറയാ, തെളിച്ചു പറയാ. വെള്ളിയാഴ്ചയാണ് പ്രേതങ്ങളുടെ ഉപദ്രവം കലശലാവുന്നത്. എന്റെ ഭഗവതി, ഈ പാവത്തെ രക്ഷിക്കണേ. ആ, നമ്പൂതിരിയല്ലേ? ഓണയാഴ്ച കുറെ മന്ത്രങ്ങളൊക്കെ ജപിച്ച് കിടന്നോളുക. ഹായ്, പാവയ്ക്ക കൊണ്ടാട്ടം. എനിക്ക് എന്ത് ഇഷ്ടമാണ്. എന്താ പേടിച്ചു പോയോ? ഞാൻ സ്നേഹിച്ചിരുന്നത് ഒരു നമ്പൂതിരി കുട്ടിയാ. അങ്ങേർക്ക് പാവയ്ക്ക കൊണ്ടാട്ടം വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ജഗദമ്മ, ഇവിടെ ഫാനിൽ കെട്ടി തൂങ്ങിച്ചത്ത ജഗദമ്മ.
വേറൊരുത്തി വന്നിരിക്കുന്നു. നീ ഏതടി? ഞാൻ അലമേലു. എന്നെ അറിയില്ലേ? 3 ദിവസവും വാറ്റിച്ചടിച്ച തലമേലു. എന്നെ മനസ്സിലായില്ലേ? പൊന്നമ്മ, സ്റ്റവ് പൊട്ടിത്തെറിച്ച് മരിച്ച പൊന്നമ്മ. ഞമ്മള് ലൈലാ ബീവി, കെട്ടിയോ കഴുത്ത് ഞെക്കിക്കൊന്ന ലൈലാ ബീവി. ഞങ്ങൾ ഹിന്ദു പ്രേതങ്ങളുടെ ഇടയ്ക്ക് മുസ്ലിം പ്രേതമായി നിനക്കെന്താടി കാര്യം? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ മനുഷ്യരുടെ ജാതിയുടെ മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മി തട്ട. നമ്മള് പ്രേതങ്ങളത്തിലും അതെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കണം. അത് ശരിയാ. എങ്കിലേ നമുക്ക് 4 പേർക്ക് കൂടി നമ്പൂതിയെ പങ്കിട്ടെടുക്കാൻ പറ്റും. അത് വേണ്ട, പുതിയ രീതി ഞാൻ കൊല്ലാം. അതൊക്കെ ശരി, രക്തം മുഴുവൻ കുടിച്ചേർക്കരുത്, ഞമ്മക്ക് കൂടി വേണം. ആദ്യം ഞാൻ കൊല്ലാം. ആരാ 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 അന്ന് ആരാ 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 ടെമ്പറേച്ചർ കുറഞ്ഞോളൂ. ഒരു കോഴ്സ് കൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. അയ്യോ, നെറ്റിയിൽ എന്ത് പറ്റി ഡോക്ടർ? ഒരു ചവിട്ട് അങ്ങോട്ട് കിട്ടി. ചവിട്ടോ? ഓ, അതായത് കുളിമുറിയിൽ ഒരു ചവിട്ട് അങ്ങോട്ട് ചവിട്ടിയതും കാലൊന്ന് പിടഞ്ഞു. ഒരു ചെറിയ ഇഞ്ചുറി, വലിയ കുഴപ്പമില്ല. പുതിയ വീട്ടിൽ പ്രവേശിച്ച ദിവസം തന്നെ ഡോക്ടർക്ക് ഒരു അടയാളം കിട്ടിയല്ലോ. ഓരോ സ്പൂൺ 3 നേരം. ഹലോ, നമസ്കാരം. നമസ്കാരം. അല്ല, ഇതെന്ത് പറ്റി? കട്ടളയിലൊന്ന് മുട്ടിയതാ. അയ്യോ, പഴയ വീടല്ലേ. കട്ടളക്കൊക്കെ വളരെ പൊക്കം കുറവാ. ഡോക്ടറെ പോലെ തന്നെ. കട്ടള പ്രശ്നം വെച്ച് ബാക്കിയൊക്കെ സുഖമാണല്ലോ? ഓ, പരമസുഖം. രാത്രി നല്ല ഉറക്കം കിട്ടിയല്ലോ? സൗണ്ട് സ്ലീപ്പ് ആയിരുന്നു. അയ്യോ, ഉറക്കത്തിൽ സൗണ്ട് കേട്ടുന്നു? ഹേയ്, സുഖനിദ്രയിലായിരുന്നു. ഒരു സ്വപ്നം പോലോട് കണ്ടില്ല. അയ്യോ, എന്തൊരു അത്ഭുതം. ദാ വരണു. പിന്നെ കട്ടള മാറ്റി വെക്കാൻ ഏർപ്പാട് ചെയ്യാം. വെറുതെ തട്ടി മുട്ടി നെറ്റി പഞ്ചറാക്കണ്ട. ഡോക്ടറുടെ നെറ്റി നല്ല വിശാലമായ നെറ്റിയല്ലേ, ഭാഗ്യലക്ഷണമാണ്. ഇപ്പൊ വരാട്ടോ. ഡോക്ടർ നമ്പൂതിരി എന്ത് നല്ല മനുഷ്യൻ. പച്ചവെള്ളം കൊടുത്താൽ ചവച്ചു കുടിക്കും. എന്തോ എനിക്ക് അദ്ദേഹത്തെ വല്ലാതങ്ങ് ബോധിച്ചു. തലക്കം ചികിത്സയായിരിക്കും അല്ലേ? ആ, റിസൾട്ട് അറിയാറായി വരുന്നതല്ലേ ഉള്ളൂ. ആട്ടെ, നമുക്ക് അദ്ദേഹത്തിന്റെ ശമ്പളം നിശ്ചയിക്കണ്ടേ? അത് എത്രയെന്ന് വെച്ചാൽ അമ്പിളി തന്നെ നിശ്ചയിച്ചാ മതി. ബുദ്ധിമുട്ടുള്ള ആളാ, ഒരു 3000 കൊടുക്കണ്ടേ? ഏയ്, അതുപോരാ. മാന്യനായ ഒരു ഡോക്ടർ അല്ലേ, 5000 രൂപ കൊടുത്തേക്കാം. അപ്പൂട്ടന്റെ ഇഷ്ടം. അതൊന്ന് നമ്പൂരി അറിയിച്ചേക്ക്. ആയിക്കോട്ടെ. ഡോക്ടറെ, എന്തെങ്കിലും പറയാണ്ട് 5 അകലെ എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി. ഓ, ഈ ഡോക്ടറുടെ ഒരു തമാശ. പിന്നെ ശമ്പളം നിശ്ചയിച്ചു. പ്രതിമാസം 5000 രൂപ. എന്താ മതിയോ? മറ്റാനുകൂല്യങ്ങളും ഞാൻ തരുന്നുണ്ട് ഡോക്ടറെ. എന്റെ ജീവന്റെ ജീവനല്ലേ. എന്തു പറ്റി ഡോക്ടർ? ധൃതരാഷ്ട്രാലിംഗനം എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ അനുഭവിച്ചറിഞ്ഞു. ഞാൻ അങ്ങനെ ഒരാളെ വല്ലാതെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ആലിംഗനം, ചുംബനം, താടനം. രാമൻകുട്ടി, അടിക്കാനാണെങ്കിൽ ഒറ്റടിക്കവൻ തികയില്ല. പക്ഷേ അമ്പിളി അറിയല്ലോ. അയാൾ ആളൊരു അമുക്ക് സൈസാ. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങളൊന്നും അമ്പിളിയോട് പറഞ്ഞിട്ടേ ഇല്ല. എന്തായാലും ഭയപ്പെടുത്താ പോണോന്നല്ല. ദേഹത്ത് ഏതോ ഒരു സൂത്രം കിടപ്പുണ്ട് പോലും. പ്രേതബാധയൊന്നും യേശുല്ല. എന്നാലും ഒന്ന് കാണണമല്ലോ. ഇരുട്ടടി അടിക്കാം. ആദ്യം പുകച്ചു പുറത്തു ചാടിക്കാം, പിന്നെ മതി പെരുമാറ്റം. വാ, ചാത്തിനേറ് തുടങ്ങാം. പിടി തുടങ്ങിക്കാം. ഭൂതഗണങ്ങളാണ്. വീടൊഴിഞ്ഞു പൊക്കോ. എന്താ ഡോക്ടർ, മുഖത്തൊക്കെ ഇത് എന്ത് പറ്റിയതാ? മതി, എനിക്ക് ഇവിടുത്തെ സേവനം മതിയായി. തെണ്ടി തിരിഞ്ഞാലും എനിക്ക് ഈ നാട്ടിൽ ജോലി വേണ്ട. എന്താ ഡോക്ടർ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും അശേഷം അങ്ങോട്ട് മനസ്സിലാവില്ല. എന്നെ ഇവിടുന്ന് പായിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാ. അല്ലെങ്കിൽ പിന്നെ ഈ ഭൂതപ്രേത പിശാചുക്കളൊക്കെ റേഡോ വാച്ച് കിട്ടുവോ? വാച്ചോ? ഉവ്വ്, എന്നെ മർദ്ദിച്ച ഒരു ഭൂതഗണത്തിന്റെ കയ്യിന്ന് ഊരിത്തെറിച്ചതാ. ഇതാ. ഇത് അപ്പൂട്ടന്റെ വാച്ചാണല്ലോ. ഓ, എന്നാ സംശയിക്കണ്ട. അപ്പൂട്ടനും കൂട്ടനും തന്നെയാ എന്നെ തല്ലിച്ചതച്ചത്. ഏയ്, അപ്പൂട്ടൻ അങ്ങനെ ചെയ്യില്ല. അതിനപ്പുറവും ചെയ്യും. അമ്പിളിക്ക് കേൾക്കണോ?
ആദ്യം വന്ന ദിവസം അപ്പൂട്ടൻ എനിക്കൊരു ഷെയ്ക്കാൻ്റെ തന്നു. എന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ വരുത്തു. പിന്നെ ഒരു കെട്ടിപ്പിടുത്ത് അങ്ങോട്ട് പിടിച്ചു. ശ്വാസം അപ്പോഴും പോകും തോന്നിയതാ. പിന്നെ സ്നേഹം ഭാവിച്ചുകൊണ്ട് കുത്തുക, തല്ലുക, ഇരിക്കുക, ഒന്നും പറയണ്ട. വലിയ ദാനധർമ്മിഷ്ടനാണെന്ന കമ്പിളി പൊഴുത്താറുണ്ടല്ലോ. എനിക്ക് ഈ ദാനം വേണ്ടേ? അയാൾക്ക് എന്നെ ഇഷ്ടല്ല. എന്നാ പിന്നെ അങ്ങോട്ട് പറഞ്ഞാ പോരെ? ഒളിഞ്ഞും തെളിഞ്ഞുള്ളി പീഡനം വേണോ? ചിരിച്ചോണ്ട് കഴുത്തിറക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അനുഭവത്തിലുമായി. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, ആശ്വാസം. ഒന്നും പറയണ്ട. ഇല്ലത്ത് ചെന്ന് മുത്തശ്ശി ഒന്ന് കാണാലോ. ഭാഗ്യം. വരട്ടെ. ഗുഡ് ബൈ. കൃഷ്ണ കൃഷ്ണ.